പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ പിതാവ് ജയപ്രകാശ് സമരത്തിനൊരുങ്ങുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന് മുന്നിലോ സമരമിരിക്കുമെന്നാണ് പിതാവ് ജയപ്രകാശ് പറയുന്നത്. കേസിൽ SFI സംസ്ഥാന സെക്രട്ടറി PM R ഷോ, അക്ഷയ് എന്നിവരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല. ഡീനിനെതിരെയും അസിസ്റ്റന്റ് വാർഡനെതിരെയും എന്ത് നടപടിയെടുത്തു എന്നറിയണമെന്നും പിതാവ് ജയപ്രകാശ് ചോദിക്കുന്നു. പ്രതികളെ തുറന്നുവിടാനായിട്ടുള്ള ഒരു രീതിയിലും നമ്മൾ സഹകരിക്കില്ല എന്നല്ല, അതിനെക്കുറിച്ച് നമ്മൾ മുമ്പോട്ട് പോവില്ല. ഞാൻ വളരെ പണ്ടേ ഉദ്ദേശിച്ച കാര്യമാണ്. ഒരു സമരത്തിന് വേണ്ടി ഞാൻ ഇറങ്ങുന്നുള്ളത്. ആ സമരത്തിന് ഞാൻ ഏത് നിമിഷവും ഇറങ്ങും. ജാമ്യം കൊടുത്തു എന്നും പറഞ്ഞിട്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അത് ബഹുമാനപ്പെട്ട കോടതിയുടെ കാര്യം. അതിൽ നമുക്ക് അന്വേഷണം വേറെ ഒരു സമരത്തിന് വേണ്ടി ഇറങ്ങാൻ പറ്റില്ല. ഈ ആർഷയോടെ പോയി, ഈ അക്ഷയോടെ പോയി, അല്ലെങ്കിൽ അവർ നടപടിയെടുക്കുന്ന ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ, അവർക്ക് അതിൻ്റെ എന്ത് നടപടിയെടുത്തു അതൊക്കെ എനിക്ക് അറിയണമല്ലോ. അത് ചിലപ്പോൾ ഞാൻ പോകുന്ന സെക്രട്ടറി നടയിലായിരിക്കും, ഞാനില്ലേ മുഖ്യമന്ത്രിയുടെ വീട്ടിലോട്ടായിരിക്കും. ഞാൻ ഇതിൻ്റെ അട്ടിമറിച്ച ആൾക്കാരെ കുറിച്ച് അറിയണം. ഈ പ്രൊമോഷനോടുകൂടി എന്ത് അടിസ്ഥാനത്തിൽ ഈ അട്ടിമറിച്ച കേസ് അന്വേഷണം അട്ടിമറിച്ച പ്രൊമോഷനോട് എന്ത് അടിസ്ഥാനത്തിൽ പ്രൊമോഷനോട് കൊടുത്തു, അല്ലെങ്കിൽ ഈ അട്ടിമറിച്ചിൻ്റെ കേസിൻ്റെ അടുത്ത വിവരം എന്താണ്, അവർ ആഭ്യന്തര സെക്രട്ടറി എന്തോ പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ റിപ്പോർട്ട് തരണമെന്ന്. ആ റിപ്പോർട്ട് എവിടെ പോയി? ദുരൂഹതകൾ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും സമരം നടത്തുക. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ നടത്തുക. ഞാൻ അതാണ് പറഞ്ഞത്, ഏത് നിമിഷം വേണമെങ്കിൽ ഞാൻ നടത്തും. ഏത് നിമിഷം വേണമെന്ന് സെക്രട്ടറിൻ്റെ നടയിലായിരിക്കും നടത്തുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വീട്ടിലോട്ടാണ് നടത്തണമെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യ, അത് സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയായിരിക്കും പോകുന്നത്. ഏത് നിമിഷം വേണമെങ്കിൽ ഞാൻ ചെയ്യും. MG പ്രതീഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. പ്രതീഷ്, ഏത് രീതിയിലുള്ളൊരു സമരത്തിനാണ് സിദ്ധാർത്ഥൻ്റെ പിതാവ് തയ്യാറെടുക്കുന്നത്? വിവരങ്ങൾ പറയൂ. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് 19 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ഈ നടപടിക്ക് പിന്നാലെയാണ് ഒരു സമരത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു സൂചന സിദ്ധാർത്ഥന്റെ കുടുംബം നൽകിയിരിക്കുന്നത്. ഇവർ പ്രധാനമായും ആരോപിക്കുന്ന കാര്യം ഈ കേസിൽ വലിയ അട്ടിമറി നടന്നുവെന്നും ഈ അട്ടിമറി പുറത്തു വരണമെന്നുമാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതുൾപ്പെടെ ആരോപിച്ചുകൊണ്ടാണ് സമരം ഇരിക്കാൻ ഒരുങ്ങുന്നത്. സെക്രട്ടേറിയറ്റിലേക്കോ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കോ ആയിരിക്കും സമരം എന്നതാണ് സിദ്ധാർത്ഥന്റെ പിതാവ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇവർ പറയുന്ന മറ്റൊരു കാര്യം, ഈ കേസ് CBIക്ക് കൈമാറുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചു. ഇത് തെളിവ് നശിപ്പിക്കുന്നതിനുൾപ്പെടെ കാരണമായി എന്നാണ് കുടുംബം ആരോപിക്കുന്ന കാര്യം. മറ്റൊന്ന്, ഇതിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തുവെങ്കിലും അല്ലെങ്കിൽ അവർ കേസിലേക്ക് പോയെങ്കിലും ഇതിലേക്ക് നയിച്ച മറ്റ് പലരിലേക്കും അന്വേഷണം എത്തിയില്ല. കോളേജിലെ ഡീൻ, ഒപ്പം അസിസ്റ്റന്റ് വാർഡൻ, ഇവർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്നതാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ചോദിക്കുന്നത്. മാത്രമല്ല, ഈ നേരത്തെ ഈ CBIക്ക് റിപ്പോർട്ടുകൾ കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിൽ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഈ അടുത്താണ് സർക്കാർ പ്രൊമോഷൻ നൽകിയത്. ഇതുൾപ്പെടെയാണ് ഈ കുടുംബം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇക്കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും നീതി തേടി സമരത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നു എന്നുമാണ് നിലവിൽ സിദ്ധാർത്ഥന്റെ കുടുംബം പറയുന്നത്. താങ്ക് യു MG പ്രതീഷ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.